ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്വേഷണം ഊർജിതം. ഗർഭചിത്രം നടത്തിയത് 2 മാസത്തിന് ശേഷമെന്ന യുവതിയുടെ മൊഴി. യുവതിയെ ചികിത്സിച്ച ഡോക്ടർമാരുടെ മൊഴിയെടുക്കും. അതേസമയം രാഹുലിന്റെ പാലക്കാടുള്ള ഫ്ളാറ്റിലെത്തി തെളിവെടുപ്പ് നടത്തിയ അന്വേഷണ സംഘം ഒളിവിലുള്ള മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. യുവതി പരാതി നൽകിയതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടം ഇത്തരത്തിൽ ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ കൂടുതൽ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. കൂടുതൽ ആളുകളുടെ മൊഴിയെടുക്കാൻ ഒരുങ്ങുകയാണ്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നടപടിയിലേക്ക് പോലീസ് കടക്കുന്നതെന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും സംസ്ഥാനമാകെ ഒരു പരിശോധന, എല്ലാ ജില്ലകളിലും പരിശോധന നടത്താൻ പോലീസ് നിർദ്ദേശം നൽകിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും അറസ്റ്റിലേക്ക് കടക്കുക എന്നതിലേക്ക് തന്നെയാണ് പോലീസ് പോകുന്നത്. മുൻകൂർ അപേക്ഷ ഉണ്ടെങ്കിൽ പോലും അത് അറസ്റ്റിന് തടസ്സമാകില്ല എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും ഉടൻ തന്നെ അറസ്റ്റിലേക്ക് കടക്കുക എന്ന ഒരു കാര്യത്തിലേക്കാണ് പോലീസ് പോകുന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെത്തി വക്കാലത്ത് ഒപ്പിട്ട് വന്ന അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് തള്ളുന്നൊരു സ്ഥിതി ഉണ്ടായി. തിരുവനന്തപുരത്ത് എത്തിയിട്ടില്ല എന്ന ഒരു വാദമാണ് പോലീസ് മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനായുള്ള അന്വേഷണം ഊർജിതമായി നടക്കുകയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ ലുക്കൌട്ട് സർക്കുലർ അടക്കം പുറത്തിറക്കിയിരുന്നു. വിദേശത്തേക്കുള്ള കടക്കാതിരിക്കാനുള്ള നീക്കങ്ങളെല്ലാം തന്നെ തടയുന്നതിന് വേണ്ടി ഒരു ലുക്കൌട്ട് സർക്കുലറെല്ലാം തന്നെ അന്വേഷണ സംഘം പുറത്തിറക്കുന്ന സ്ഥിതിയെല്ലാം തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും അന്വേഷണം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതേസമയം തന്നെ യുവതിയുടെ മൊഴി പുറത്തു വന്നിട്ടുണ്ട്. 2-ാം മാസത്തിലാണ് ഗർഭചിത്രം നടത്തിയത് എന്നതാണ് യുവതി പറയുന്ന ഒരു കാര്യം. ഈ യുവതി നൽകിയ പരാതിയിൽ പോലീസ് ആശുപത്രിയിലെത്തി ചികിത്സാ രേഖകൾ ആശുപത്രി രേഖകൾ പരിശോധിച്ചു എന്നതാണ് പുറത്തു വരുന്ന വിവരം. കൂടാതെ ഗർഭചിത്രത്തിന് ശേഷം യുവതി മാനസികമായി തളർന്നു. വൈദ്യപരിശോധന രേഖകളടക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും മെയ് 30-നാണ് യുവതി മരുന്ന് കഴിച്ചത്. ശേഷം ഗുരുതരമായ രക്തസ്രാവം ഉണ്ടായെന്നും ചികിത്സാ രേഖകളിൽ പറയുന്നുണ്ട്. തുടർന്ന് സർക്കാർ ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലും യുവതി ചികിത്സ തേടുകയായിരുന്നു. കൂടാതെ ഈ യുവതിയുടെ പരാതിക്ക് പിന്നാലെ മുങ്ങിയ രാഹുലിൻ്റെ സഹായി ജോബിൻ ജോസഫ്, രാഹുലിൻ്റെ സുഹൃത്താണ് ജോബിൻ ജോസഫും ഒളിവിൽ തുടരുകയാണ്. ഒളിവിൽ തന്നെയാണ്. ഈ യുവതിക്ക് ഗർഭചിത്രത്തിന് നടത്താനുള്ള ഗുളിക മരുന്ന് കൊണ്ട് കൊടുത്തത് ഈ ജോബിൻ ജോസഫാണ്. രാഹുലിൻ്റെ സുഹൃത്തായ ജോബിൻ ജോസഫാണ്. ജോബിൻ ജോസഫിനെതിരെയും കേസെടുക്കുന്ന സ്ഥിതി ഉണ്ടായി. ഈ ജോബിൻ ജോസഫും ഇപ്പോൾ ഒളിവിൽ തുടരുകയാണ്. അതേസമയം തന്നെ രാഹുലിൻ്റെ പാലക്കാട് ഫ്ളാറ്റിലെത്തി പോലീസ് പരിശോധന നടത്തിയെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. കൂടാതെ യുവതിക്കിപ്പോൾ പോലീസ് സംരക്ഷണം ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും അന്വേഷണം മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെയാണ് രാഹുലിനെ കൂടുതൽ കുരുക്കായി തന്നെ ഈ മൊഴിയും അതോടൊപ്പം തന്നെ ചികിത്സാ രേഖകളടക്കം പോലീസ് പരിശോധിക്കുന്നത്. എന്തായാലും കൂടുതൽ ആളുകളുടെ മൊഴിയെടുക്കാനുള്ള നീക്കത്തിലേക്ക് തന്നെ പോലീസ് കടക്കുന്നതാണ് അറിയാൻ കഴിയുന്ന വിവരം. കൂടാതെ യുവതിയെ ചികിത്സിച്ച ഡോക്ടർമാരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തി നടപടികളിലേക്ക് നീങ്ങാനായിരിക്കും അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ശരി, ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. യുവതിയുടെ ചികിത്സിച്ച ഡോക്ടർമാരുടെ അടക്കം മൊഴിയെടുക്കാനാണ് പോലീസിന്റെ നടപടി. അതേസമയം രാഹുലിന്റെ പാലക്കാടുള്ള ഫ്ളാറ്റിലെത്തി അടക്കം അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയിരുന്നു. KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.